എല്ലാവർക്കും ഒരിക്കൽ കൂടി മരിയാസ് റെസിപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ നല്ല അരിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ അരി പൊടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഇടിയപ്പം, പത്തിരി, കൊഴുക്കട്ട, ഇലയട, പുട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഒരു 3 മണിക്കൂർ കുതിർത്ത് കഴുകി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന പച്ചരിയാണ്. കുതിർത്ത അരി ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി അതിനടിയിലായിട്ട് ഒരു കോട്ടൺ തുണിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലെ വെള്ളമെല്ലാം ആ തുണിയിലേക്ക് വലിഞ്ഞു കിട്ടും. മിക്സിയുടെ വലിയ ജാറിലാണ് ഇവിടെ അരി പൊടിച്ചെടുക്കുന്നത്. ജാറിൻ്റെ പകുതി അളവിലാണ് അരി എടുക്കുന്നത്. അതിലും കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മിക്സിക്ക് ലോഡും കൂടും. അരി 1/2 മിനിറ്റ് പൊടിച്ചതിന് ശേഷം മിക്സിയുടെ അടി കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം വേണം വീണ്ടും പൊടിച്ചെടുക്കാൻ. ഇവിടെ ഇപ്പോൾ അരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ കണ്ണിയുള്ള അരിപ്പയാണ് എടുക്കുന്നത്. ഏറ്റവും ചെറിയ കണ്ണിയുള്ള അരിപ്പ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് പലഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ അരിപ്പൊടി എടുക്കാം. വലിയ കണ്ണിയിലാണ് അരിച്ചെടുക്കുന്നതെങ്കിൽ എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് അരിപ്പൊടി അരിച്ചെടുക്കാം. പൊടിച്ച അരിയുടെ പകുതി ഇട്ടതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം. അതിന് ശേഷം ബാക്കി പകുതിയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അരിച്ചെടുക്കുമ്പോൾ അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് കണ്ടോ, ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇതുപോലെ വരുന്ന തരി വീണ്ടും മിക്സിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ സെറ്റ് അരി ഇടുന്നതിൻ്റെ കൂടെ ഇതും കൂടെ പൊടിച്ചെടുക്കാം. ഇതുപോലെ മുഴുവൻ അരിയും പൊടിച്ചെടുക്കാം. കുതിർത്തെടുത്തിരുന്ന മുഴുവൻ അരിയും ഇവിടെ പൊടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് തരി ബാക്കി വരും. ഇത് നമുക്ക് കളയാം. അപ്പമൊക്കെ ഉണ്ടാക്കാനാണ് ഇതുപോലെ അരി പൊടിക്കുന്നതെങ്കിൽ ഈ തരി കുറുക്കിയെടുക്കാം. പൊടിച്ച പൊടി ഇനി വറുത്തെടുക്കാം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊടി വറക്കാം. ഈ സമയത്ത് കൈ മാറ്റാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. പൊടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്ക് തീ കുറച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. കുറച്ച് സമയം കഴിയുമ്പോൾ അരിപ്പൊടിയിൽ നിന്ന് കുറേശ്ശെയായിട്ട് ആവി പുറത്തേക്ക് വരാൻ തുടങ്ങും. അരിപ്പൊടി വറക്കുന്നതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അതിനുശേഷം ഈ പൊടി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം തണുക്കാൻ വേണ്ടി വയ്ക്കണം. പൊടി നന്നായിട്ട് വറുത്ത് കിട്ടുമ്പോൾ ഈ പൊടി ചെറുതായിട്ട് പറക്കാൻ തുടങ്ങും. പൊടി ഇവിടെ അടുപ്പത്ത് നിന്ന് മാറ്റിയപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അരിപ്പൊടിക്കകത്ത് ഇതുപോലെ ചെറിയ കട്ടയായിട്ടുള്ള അരിപ്പൊടി കാണും. ഇതുപോലെയുള്ള അരിപ്പൊടി കൊണ്ട് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അച്ചിൽ നിന്ന് ഇളകി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊരു കണ്ടെയ്നറിലാക്കി അടച്ചു വെച്ച് സൂക്ഷിക്കാം. ഇതുപോലെ അരിപ്പൊടി കൂടുതൽ പൊടിച്ചു വെക്കുകയാണെങ്കിൽ 1 വർഷമൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. മിക്സിയിൽ പൊടിച്ചെടുക്കുന്നവർ 1-2 കിലോ മാത്രമായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതുപോലെ വീട്ടിൽ തന്നെ അരി പൊടിച്ചെടുക്കാൻ അറിയാത്തവർ ഈ ഒരു രീതിയിൽ അരി പൊടിച്ചെടുത്ത് വറുത്തെടുത്താൽ മതി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.